ഹായ് ഗേസ്, ഗുഡ് മോർണിംഗ്. ഒരുപാടായി നമ്മൾ പാചകമായിട്ടൊക്കെ നമ്മളൊന്ന് മീറ്റ് ചെയ്തിട്ടല്ലേ. അപ്പോൾ ഇന്ന് വലിയ പാചകമൊന്നുമില്ല, ഒരു ചെറിയ പാചകമുള്ളൂ. എന്താണെന്ന് വെച്ചാൽ നാരങ്ങ അച്ചാറിടാൻ തീരുമാനിച്ചു. അപ്പോൾ ഇതിൽ നാരങ്ങയാണിത്. നാരങ്ങ മാത്രമല്ല, ഡേറ്റ്സ് ഉണ്ട്. പിന്നെ ഇത് ഇന്നലെ നല്ല തിളപ്പിച്ച വെള്ളത്തിലിട്ട് ഉപ്പൊക്കെ ഇട്ട് ഒന്ന് ചൂടൊക്കെ ആറിയപ്പം പറക്കിയെടുത്ത് ഒരു 10 മിനിറ്റ് അതിനെ തിളപ്പിച്ചതാണ്. എന്നിട്ട് ചൂടാറിയപ്പോൾ വെള്ളത്തിൽ നിന്നൊക്കെ പറക്കിയെടുത്ത് നല്ല ഭംഗിയായിട്ട് അരിഞ്ഞ് അതിൻ്റെ കൂടെ ഡേറ്റ്സ് അരിഞ്ഞ് വെച്ച് നല്ല ഒരു 4 കരണ്ടി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, കായപ്പൊടി ഇതൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് ഒരൊറ്റ ദിവസം മുഴുവൻ വെച്ചിരുന്ന സാധനമാണിത്. ഇതിനെ ഇപ്പം നമ്മൾ അച്ചാറാക്കാൻ പോകണം. നമുക്ക് ആദ്യം ഇച്ചിരി കടയിട്ട് കൊടുക്കാം. അപ്പോൾ വലിയ പണിയൊന്നുമില്ല, ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക, അത്രയേ ഉള്ളൂ. നാരങ്ങ അച്ചാറായി കഴിഞ്ഞു. കാരണം ബാക്കി പ്രൊസീജിയറെല്ലാം ചെയ്ത് വെച്ചിരിക്കുക. അപ്പം നിങ്ങൾക്ക് എളുപ്പം, എനിക്കും എളുപ്പം. എങ്ങനെയുണ്ട്? അതിപ്പോൾ ഉപ്പൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റായിട്ടിരിക്കും. വെറുതെ അച്ചാറിട്ടില്ല, എന്നിട്ട് പോലും ഞാൻ വായി വെച്ച് നോക്കിയിട്ട് നല്ല ടേസ്റ്റുണ്ട്. അത്രയ്ക്ക് ഒരു ഇവിടുത്തെ നാരങ്ങയൊക്കെ നമ്മുടെ ഇന്ത്യൻ നാരങ്ങയല്ല, തായ്ലൻഡ് നാരങ്ങ. അപ്പോൾ അതിന് കുറച്ച് കയ്പ്പ് ഏറെ കൂടുതലാണ്. അപ്പോൾ ആ കയ്പ്പ് കൂടുതലായതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് കുറച്ച് പിന്നെ ഡേറ്റ്സ് കൂടെ ചേർക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഡേറ്റ്സൊക്കെ ചേർത്തിട്ട് കൊള്ളാം കേട്ടോ, നല്ല ടേസ്റ്റി ആയിട്ടിരിക്കില്ല. അതിനെ അച്ചാറൊക്കെ എടുക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി കറിവേപ്പില മാത്രമേ ഇട്ടിട്ടുള്ളൂ, വേറെ ഇടേണ്ട കാര്യമില്ലല്ലോ. ഇഞ്ചി വേണ്ട. ഇത് നാരങ്ങ അച്ചാറല്ലേ, മാങ്ങാച്ചാറായിരുന്നു നമ്മൾ കുറച്ച് ഇഞ്ചി കൂടെ ചേർക്കുന്നത്. ഇതിപ്പോൾ മാങ്ങാച്ചാറല്ലല്ലോ, അല്ലാത്തതുകൊണ്ട് നമുക്ക് ഇഞ്ചി വേണ്ട. നമ്മുടെ വെളുത്തുള്ളിയും കറിവേപ്പില ഉണ്ടല്ലോ, കരിവേയും. പക്ഷേ ഇവിടെ തൊട്ടടുത്ത് കടയുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് കടയിൽ പോയി കറിവേപ്പില ഒന്നും വാങ്ങാൻ എന്നെക്കൊണ്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഉണങ്ങിയ കറിവേപ്പില തന്നെ ഇട്ടു. കുറച്ച് പച്ച കറിവേപ്പില ഉണ്ടായിരുന്നു, ഇന്നലെ ഇട്ട് അതിനകത്ത് മിക്സ് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് വെളുത്തുള്ളി നല്ലോണം ഒരു ബ്രൗൺ കളർ ഈ നോമ്പ് വരെ അല്ലേ, ഞങ്ങൾക്ക് നോമ്പ് വരെയാണ്. ഇവിടുത്തെ മാഡത്തിന് സാറിന് നോമ്പ് തുടങ്ങുന്നു. ഞങ്ങൾക്ക് 3-ാം തീയതി 5-ാം തീയതി ഞങ്ങളുടെ നോമ്പ് തുടങ്ങുന്നു, സാറിൻ്റെ മാഡത്തിന് നോമ്പ് 1-ാം തീയതി തുടങ്ങുന്നു. അപ്പോൾ ഒരു ഇച്ചിരി അച്ചാറൊക്കെ ഉള്ളത് നല്ലതാണ്. അപ്പം ഞങ്ങൾക്കും ഫുഡ് കഴിക്കണമെങ്കിൽ അച്ചാർ വേണ്ടല്ലോ. ഇപ്പോൾ അവർ നോമ്പാണെങ്കിൽ അവർ നോൺ വെജ് കഴിക്കുമെങ്കിലും ഞങ്ങൾ നോൺ വെജ് കഴിക്കില്ലല്ലോ. അപ്പം ഞങ്ങൾക്ക് കുറച്ച് അച്ചാറൊക്കെ ഉണ്ടെങ്കിലും നമുക്കങ്ങോട്ട് ശരിയാകും. അപ്പോൾ ഇനിയിപ്പം ഈ സാധനത്തെ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇവിടുത്തെ കൈ കൊണ്ട് ഇതിൽ ചെൽപ്പ് ആരുമില്ലാത്തത് കണ്ടിട്ട് കൊള്ളാമല്ലേ. ഇതിപ്പോൾ ഞാൻ തന്നെ ഇട്ടിട്ട് ഞാൻ തന്നെ പറയും കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്ത് മുഴുവൻ അതിനകത്തൊക്കെ ഇട്ടുന്നതാണ്. ഇവിടെ ഒരു ദിവസം മുഴുവൻ ഇവിടെ ഞങ്ങൾ അപ്പോഴേ തന്നെ അച്ചാറെടുത്ത് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. എന്നാലും ചിലപ്പോൾ ഒക്കെ ഞങ്ങൾ ഒരു ദിവസം മുഴുവൻ ഈ അച്ചാറിനെ ഒന്ന് പുറത്ത് വെച്ചേക്കും. പുറത്ത് വെച്ചിരുന്നതിന് ശേഷം ഞങ്ങളുടെ അടുത്ത് ഫ്രിഡ്ജിൽ വെക്കാറുണ്ട്. ഇപ്പം ഇതിപ്പോൾ കണ്ടോ, നിങ്ങൾ കണ്ടില്ലേ, ഒറ്റ സാധനം ഇത് ചേർക്കേണ്ട കാര്യമില്ല, മിക്സ് ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ഇത് മിക്സ് ചെയ്ത് കണ്ടിട്ട് കൊള്ളാൻ തോന്നുമല്ലേ. നല്ല ഡേറ്റ്സിന് നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാനെടുത്ത് വെറുതെ ഉപ്പ് നോക്കി, ഇത് അച്ചാറിടുന്നതിന് മുമ്പ് ഞാൻ ഉപ്പ് നോക്കി. എന്നിട്ട് ചെറിയ തീ കുറച്ച് നേരം ഒന്ന് വെച്ചോളൂ. എണ്ണ തെളിയുന്നത് നല്ലതാണ്. ഇതിൻ്റെ എണ്ണ തെളിഞ്ഞതിന് ശേഷം എടുത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾ ഇതുവരെ ചെയ്ത് നോക്കുമല്ലോ, ചെയ്ത് നോക്കിയിട്ട് എന്നെ അഭിപ്രായം അറിയിക്കണം. ഓക്കെ, എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂടെ